സീനായി പർവ്വതത്തിൽ കയറി വന്ന മോശയോട് ദൈവം പറഞ്ഞു, ഞാൻ ഭയങ്കരമായ ഒരു പ്രവൃത്തി ചെയ്യും. ഭൂമിയിലെങ്ങും സർവ്വജനവും കണ്ടിട്ടില്ലാത്ത അത്ഭുത പ്രവൃത്തികളെ ഞാൻ ചെയ്യും. ഭയങ്കരമായത് ഞാൻ ചെയ്യും. മോശെ സീനായി പർവ്വതത്തിലാണ്. ആദ്യം മോശെ പർവ്വതത്തിൽ കയറിയപ്പോൾ ദൈവം തൻ്റെ വിരലുകൊണ്ട് കൽപ്പലകയിൽ ദൈവത്തിൻ്റെ വചനങ്ങൾ എഴുതി കൊടുത്തു. ആ കൽപ്പലകൾ 40-ാമത്തെ ദിവസം താഴ്വരയിൽ വെച്ച് എറിഞ്ഞ് ഉടച്ചു കളഞ്ഞു. ഇസ്രായേൽ മക്കൾ ഒരു കാളക്കുട്ടി ഉണ്ടാക്കി ആരാധിക്കുന്നത് കണ്ടു നിൽക്കാൻ മോശയ്ക്ക് കഴിഞ്ഞില്ല. അത്രത്തോളം സങ്കടമുണ്ടായി. 40 ദിവസം ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിച്ചത് ഒരു നിമിഷം കൊണ്ട് ഉടച്ചു കളഞ്ഞു. എന്നാൽ ചില നാളുകൾ കഴിഞ്ഞപ്പോൾ ദൈവം മോശയോട് പറഞ്ഞു, നീ പർവ്വതത്തിൽ എൻ്റെ അടുക്കൽ കയറി വാ, കൽപ്പലക ചെത്തിക്കൊണ്ടുവാ, ഞാനതിൽ എൻ്റെ വചനങ്ങൾ എഴുതും. പ്രിയപ്പെട്ടവരെ, ഇന്നലകളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ചില നഷ്ടങ്ങൾ വന്നിട്ടുണ്ട്. നിങ്ങൾ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചത് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ചില വീഴ്ചകൾ, താഴ്ചകൾ വന്നിട്ടുണ്ട്. എങ്കിലും ഇന്ന് പകൽ ദൈവം പറയുക, നീ എൻ്റെ സന്നിധിയിലേക്ക് കയറി വാ, ഞാൻ വീണ്ടും ആ വചനങ്ങൾ എഴുതി തരാം. ദൈവമാണ് നിന്നിൽ ഒരു പ്രവൃത്തി ആരംഭിച്ചതെങ്കിൽ, അത് ദൈവത്തിൻ്റെ പദ്ധതിയാണെങ്കിൽ ദൈവം അത് പൂർത്തീകരിക്കും. നമ്മുടെ ദൈവം പൂർത്തീകരണത്തിൻ്റെ ദൈവമാണ്. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തീകരിക്കുന്നവരുമായ യേശു. പർവ്വതത്തിലേക്ക് മോശ കയറി വന്നപ്പോൾ പെട്ടെന്നൊരു മേഘം പർവ്വതത്തെ മൂടി. ദൈവം ആ മേഘത്തിൻ്റെ നടുവിൽ നിന്ന് സംസാരിക്കാൻ തുടങ്ങി. യഹോവ കരുണയും കൃപയും നിറഞ്ഞവൻ, ദീർഘക്ഷമയും മഹാദയമുള്ളവൻ തന്നെ, 1000 ദയപാലിക്കുന്നവൻ എന്നിങ്ങനെ പറഞ്ഞ് ദൈവം മോശയോട് തൻ്റെ വചനങ്ങൾ കൈമാറി. തൻ്റെ ജീവിതത്തിലെ കുറവുകൾ ഏറ്റുപറഞ്ഞ മോശയെ തനിക്ക് വേണ്ടി, ജനത്തിനു വേണ്ടിയൊക്കെ ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം പറഞ്ഞു, ഞാൻ ഭയങ്കരമായൊരു പ്രവൃത്തി ചെയ്യും. നിങ്ങൾ മോശയെപ്പോലെ ദൈവത്തിൻ്റെ പർവ്വതത്തിൽ സന്നിധിയിൽ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന വ്യക്തിയാണോ? ദൈവം ഭയങ്കരമായൊരു പ്രവൃത്തി നിന്റെ തലമുറയിൽ നിന്നിലൂടെ നീ കാണുകയും ചെയ്യും. അത്ഭുതകരമായത് ദൈവം ചെയ്യാൻ പോവുകയാണ്. ദൈവം വീണ്ടും മോശയോട് പറഞ്ഞു, എൻ്റെ പർവ്വതത്തിൽ എന്നെ ആരാധിപ്പാൻ, പ്രാർത്ഥിപ്പാൻ നീ വന്നിരിക്കുന്ന ഈ നിമിഷം നിനക്ക് വിരോധമായി കൂടിയാലോചന ചെയ്യുന്ന നിന്റെ ശത്രുക്കളെ ഞാൻ ഓടിച്ചു കളയും. അവ ഒരിക്കലും നിന്റെ ദേശം മോഹിക്കത്തില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പർവ്വതത്തിൽ കയറിയാൽ മതി, ദൈവസന്നിധിയിൽ കയറിയാൽ മതി, പ്രാർത്ഥന മുറിയിലേക്ക് വന്നാൽ മതി. ദൈവം നിങ്ങളുടെ യുദ്ധങ്ങളെ ഏറ്റെടുക്കും. ദൈവം നിങ്ങൾക്ക് വേണ്ടി ഭയങ്കരമായ പ്രവൃത്തികൾ ചെയ്യും. വിശ്വസിക്ക്, ഭയങ്കരമായൊരു പ്രവൃത്തി നിങ്ങളെ കാത്തിരിക്കുന്നു. വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.